Good morning, all. Sorry, good afternoon, all. Good afternoon. Okay. Good afternoon, ma'am. Good afternoon. Okay, നമ്മൾ കുറച്ച് ദിവസമായി കണ്ടിട്ടില്ലേ? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓർമ്മയുണ്ടോ? വായിച്ചു നോക്കിയായിരുന്നോ? ആരെങ്കിലും വായിച്ചു നോക്കിയായിരുന്നോ? എവിടെ വരെയാ നമ്മൾ എടുത്തു നിർത്തിയത്? ഹലോ, കേൾക്കുന്നുണ്ടോ? എവിടെ വരെയാണ് എടുത്തു നിർത്തിയെന്ന്? Training for preparation should be included in എടുക്കാനുള്ള ട്രെയിനിങ് ഫോർ പ്രിപ്പയർനെസ് ഷുഡ് ഇൻക്ലൂഡ് അല്ലെ? അത് തുടങ്ങിയാണ് എടുക്കേണ്ടത്. ശബ്ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. അതും കൂടി കവർ ചെയ്തില്ലേ? നമ്മള് എവിടെ തുടങ്ങിയല്ലേ? മെമ്പേഴ്സ് ഇൻക്ലൂഡ് അത് തുടങ്ങിയല്ലേ വെക്കേണ്ടത്? ഒന്നും കൂടി ഒന്ന് വാട്ടർ സപ്ലൈ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഉറപ്പുവരുന്ന കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ലേ? അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് ഓക്കെ അല്ലെ? കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സ്റ്റേഡൊക്കെ നമ്മൾ കൊടുക്കണം, അവശിഷ്ടങ്ങളുടെ ഇടയിൽ നിന്ന് കൊണ്ടുവരണം, വാട്ടർ സപ്ലൈക്ക് അനുവദിക്കണം. നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ബ്രെഡും പഴവും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണാറില്ലേ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തില്ലേ? ഓർക്കുന്നുണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഉള്ളത് പ്രീ ഡിസാസ്റ്റർ പ്ലാനിങ്. അതിന്റെ ആ ഒരു ഫോർമാറ്റ് ഓഫ് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയും തുടങ്ങിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ അല്ലേ? അതുവരെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലെ? ദുരന്തം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇനി എന്ത് ദുരിതമാവോ വരാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ തന്നെയാണ് കുട്ടിപ്പിടിച്ച് മഴകളൊക്കെ വന്നത് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തോളൂ. അപ്പോ എന്താണ് നമ്മള് കൂടുതലായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത ടൈമിൽ തന്നെ നമുക്കിപ്പോ എന്താണ് പെട്ടെന്ന് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കൂടുതൽ കാറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് കാറ്റൊക്കെ ബാധിച്ചിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. എങ്ങനെ അവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നോ? ദുരന്തമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറെയൊക്കെ മരങ്ങൾ വീഴ്ച കൂടുതൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. എനിവേ ചിലപ്പോ ഇനി കുറഞ്ഞു വരികയായിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ഈ ഒരു ഡിസാസ്റ്റർ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ മെമ്പേഴ്സ് അല്ലേ? ഓക്കെ, ഏറ്റവും മഴയൊക്കെ എല്ലായിടത്തും ഉണ്ടായത് തന്നെ പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇപ്പോ കണ്ടിന്യൂ ചെയ്യാം അല്ലെ? തുടങ്ങി ഇച്ചിരി കുറവുണ്ട്. ഓക്കെ, അതെ. അപ്പോ നമുക്ക് എടുത്തു തുടങ്ങാനുള്ളത് നമ്മുടെ നെക്സ്റ്റ് ഭാഗത്ത്, അതായത് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ എന്ത് തരത്തിലുള്ള എത്രത്തോളം മെമ്പേഴ്സ് അല്ലെ സാധാരണയായിട്ട് ഈ ദുരന്ത നിവാരണ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് മെമ്പർഷിപ്പ് ആവുന്നത് നോക്കാം. ഹോസ്പിറ്റലിലെ ആ ദുരന്ത നിവാരണ കമ്മിറ്റിയിലെ ഫോർമേഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് മെമ്പേഴ്സ് ആവുന്നത് തുടങ്ങിയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ എടുക്കാനുള്ളത്. ഫസ്റ്റ് മെമ്പർഷിപ്പിന്റെ ഫസ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നമുക്കറിയാം അവിടുത്തെ ഭരണ നിർവഹകരെ തീർച്ചയായിട്ടും അവിടെ മാനേജ്മെന്റ് അല്ലെ തീർച്ചയായിട്ടും അതിന്റെ മെമ്പർ തന്നെയാണ്. ദെൻ സെക്കൻഡ് ഇതിൽ പറയുമ്പോൾ മെമ്പേഴ്സ് ഫ്രം ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ബോർഡ്, അതായത് അവരെ നിയമിച്ചിരിക്കുന്ന അല്ലെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള കുറച്ച് ബോർഡ് അല്ലെ? നമുക്ക് ഭരണ നിർവഹണത്തിൽ തന്നെ നമുക്കറിയാം ഒരു മാനേജ്മെന്റ് വിങ് ഉണ്ട്. ആ മാനേജ്മെന്റ് ബോർഡിലുള്ള അംഗങ്ങള്. ദെൻ എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ദ ചീഫ് ഹെഡ് ഓഫ് വേരിയസ് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ എന്താണ് ന്യൂറോളജി, നെഫ്രോളജി, കാർഡിയോളജി അങ്ങനെയൊക്കെയുള്ള കുറെ വിഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള വിഭാഗത്തിന്റെയൊക്കെ ഹെഡായിട്ടുള്ള മെമ്പേഴ്സ്, ചീഫ് ആയിട്ടുള്ള മെമ്പേഴ്സ് ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മെമ്പറാണ്. Then the chief head of various ancillary departments, clinical departments, various clinical department എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട അല്ലെ ഓരോരോ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. നമുക്കറിയാം എന്താണ് മെഡിക്കൽ അല്ലെങ്കിൽ ഫാർമസി, ഇങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുണ്ട്.
അതേമാതിരി തന്നെ ഹെഡ് ഓഫ് വേരിയസ് ആക്സിലറി ഡിപ്പാർട്ട്മെന്റ്സ്. അത് നമുക്കറിയാം അല്ലെ, നമുക്ക് ക്ലിനിക്കൽ അല്ലെ ക്ലീനിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എന്താണ് ലോണ്ടറി സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഹൗസ് കീപ്പിംഗ് ഉണ്ട്, ഡയറ്ററി സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അങ്ങനെ അതിന് ഹോസ്പിറ്റലിനെ മൂവ് ചെയ്യാനായിട്ട് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ അത്തരത്തിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും മെയിൻ ആയിട്ടുള്ള ചീഫ് ഹെഡുകൾ അവിടെ ഉണ്ടാകണം. ദെൻ ചീഫ് നഴ്സിംഗ് സൂപ്രണ്ടന്റ് മാട്രോൺ. അതായത് നഴ്സിംഗ് ഫീൽഡിൽ എടുത്ത് നോക്കുമ്പോൾ സൂപ്രണ്ടന്റ് അല്ലെ, സൂപ്രണ്ടന്റ് എന്ന പൊസിഷൻ അലങ്കരിക്കുന്ന വ്യക്തി ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മെമ്പർ ആയിരിക്കണം. ദെൻ ദ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെയും പ്രധാനപ്പെട്ട വ്യക്തി ഉണ്ടാവണം. ദെൻ ദ സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്, അതേമാതിരി തന്നെ എന്താണ് പർച്ചേസിങ് അല്ലെ, അതിൻ്റെതായിട്ടുള്ള സ്റ്റോറും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്ന അതോറിറ്റിയുടെ ആ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ് ഉണ്ടാവണം. ദ ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, അതെ അത് തന്നെ മറ്റൊരു പേര്, അതായത് സൂപ്രണ്ടന്റിന് തന്നെ മറ്റൊരു പേരാണ് മാട്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അത് നെക്സ്റ്റ് പറയുന്നത് ദ സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്, ദ ഹോസ്പിറ്റൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതേമാതിരി ഹോസ്പിറ്റലിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലിൽ എപ്പോഴും പുതിയ പണികളും അല്ലെ, അതിന്റെ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നമുക്കറിയാം ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ തലവൻ ഉണ്ടാവും. ദെൻ അതിൽ ഹെഡ് എന്നൊന്നും പ്രത്യേകം പറയുന്നില്ല, അതിന്റെ ഒരു മെമ്പർഷിപ്പ് അവിടെ ഉണ്ടാവും. ദെൻ പബ്ലിക് റിലേഷൻ ആൻഡ് ലേസൺ ഓഫീസർ, അതായത് നമ്മുടെ പബ്ലിക്കുമായിട്ട് റിലേറ്റ് അത് ചെയ്യുന്ന വ്യക്തി, തീർച്ചയായിട്ടും പബ്ലിക്കായിട്ട് ഡീലിംഗ് നടത്തുന്ന ആ ഒരു പേഴ്സൺ അവിടെ ഒരു മെമ്പർ ആയിട്ട് തന്നെ ഉണ്ടാകും. ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്, ദ ചീഫ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ഹോസ്പിറ്റൽ, നമ്മുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെ, ആ ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശുപത്രിയുടെ സുരക്ഷാ മേധാവി എന്നുള്ള വ്യക്തി അതിന്റെ മെമ്പർ ആയിരിക്കും. ദെൻ സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ്, നമുക്കറിയാം ശുചീകരണ അല്ലെ, ശുചിത്വ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പ്രത്യേകം ഇതുകൊണ്ട് തന്നെ അല്ലെ, ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോൾ ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് കൊണ്ട് തന്നെ സാനിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ദെൻ ഹോസ്പിറ്റൽ കിച്ചൺ ഡയറ്ററി സർവീസ്, നമ്മൾ നേരത്തെ ഒരു എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെയും പേഴ്സൺസ് പറഞ്ഞ മാത്രമേ തന്നെ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഹോസ്പിറ്റലിന്റെ തന്നെ ക്യാൻറ്റീൻ സർവീസും അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ മെമ്പർ ഉണ്ടാവണം. ദെൻ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്, കേസ് ഇഫ് പ്രസന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സാമൂഹ്യക്ഷേമ നിധി വകുപ്പിൽ അംഗത്വം ഉള്ള ഒരിതാണെങ്കിൽ അവരുടെ ഒരു മെമ്പറും കൂടി നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗമായിരിക്കും. ദെൻ ഹോസ്പിറ്റൽ യൂണിയൻ, ഹോസ്പിറ്റലിന്റെ വ്യത്യസ്ത തരത്തിലുള്ള യൂണിയൻ ഒക്കെ ഉണ്ടാവും. ചില യൂണിയനിലൊക്കെ അംഗമാണ് എങ്കിൽ അല്ലെ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ ഒക്കെ മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള യൂണിയന്റെ മെമ്പറും എന്താണ് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ അംഗമായിരിക്കും എന്നുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള വ്യക്തികളാണ് തീർച്ചയായിട്ടും എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കണം. അപ്പൊ ഒരുപാട് പേര് ഇതിൽ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ എല്ലാവരും കൂടി മീറ്റിംഗ് ഒക്കെ കൂടും, ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കും. ആ തീരുമാനങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റ് ലെവലിലൊക്കെ ഓരോരുത്തരുടെ ഹെഡുകൾ അവരുടെ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ആ തീരുമാനങ്ങളൊക്കെ പകർന്നു കൊടുക്കും. അവിടെയുള്ള വർക്കേഴ്സ് ഒക്കെ അത് ഫോളോ അപ്പ് ആകും. അങ്ങനെ പെട്ടെന്ന് ദ്രുതഗതിയിൽ തന്നെ നല്ല തീരുമാനങ്ങളൊക്കെ അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കുമെന്നുള്ളത് നമ്മള് ജസ്റ്റ് കണ്ടായിരുന്നു. ചില ഹോസ്പിറ്റലിൽ അല്ലെ, ചില സിറ്റുവേഷൻസ്, ചില ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിന് നല്ല രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ഒരുപാട് ദുരന്തങ്ങൾ ആ ഹോസ്പിറ്റലിൽ തന്നെ നടപ്പാകാനായിട്ട് അല്ലെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അത് അതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ഒരു അല്ലെ മെമ്പർഷിപ്പ് ഒക്കെ ഉള്ള ഒരു ഡിസാസ്റ്റർ കമ്മിറ്റി അവിടെ രൂപീകരിക്കുന്നത്. നമുക്കറിയാം അവര് അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ മീറ്റിംഗ് ഒക്കെ വിളിച്ചുകൂട്ടി പെട്ടെന്നൊക്കെ ഡിസിഷൻസ് എടുക്കുമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് മെമ്പേഴ്സിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അത് ആരൊക്കെയാണെന്നുള്ള പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും അതിൽ നിന്ന് കാണാറില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, ഇനിഷ്യേഷൻ ഓഫ് സെൻട്രൽ കമാൻഡ് സ്ട്രക്ചർ, അതായത് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അതായത് ICS ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് മിക്കപ്പോഴും അബ്രിവേഷൻ ആയിട്ട് കാണാറുണ്ട് ICS എന്നുള്ളത്. ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം എന്താണ്, ഇനിഷ്യേഷൻ ഓഫ് സെൻട്രൽ കമാൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മീൻ ചെയ്യുക. അതായത് ഈ സ്റ്റാൻഡേർഡ് നമ്മളിപ്പോ ഒരു നല്ലൊരു സ്ട്രക്ചറോട് കൂടിയ ഒരു ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അണ്ടറിലുള്ള വ്യക്തി അല്ലെ, അണ്ടറിലുള്ള ഒരു ഹോസ്പിറ്റലാണ് എങ്കിൽ
നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു ദുരന്തങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ അവരൊരു ഫോളോ അപ്പ് തരും അല്ലെ. നമ്മളൊരു സെൻട്രലി ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അണ്ടറിലാണ് നമ്മുടെ ഹോസ്പിറ്റലൊക്കെ അല്ലെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇങ്ങനത്തെ ദുരന്തങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ പ്രത്യേക പ്രദേശത്ത് ഇങ്ങനത്തെ ഉള്ള ദുരന്തങ്ങൾ വരുന്നു. ദെൻ അതിന്റെ പങ്കാളിയാവാനായിട്ട് ആ ഹോസ്പിറ്റല് അല്ലെ തയ്യാറാവേണ്ടതുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും സെന്ററിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു നിർദ്ദേശങ്ങളെല്ലാം ഇവർക്ക് ഫോളോ ചെയ്യാനായിട്ട് കൊടുക്കും. ക്ലിയർ ആവുന്നുണ്ടോ? എന്താണോ ഉദ്ദേശം മനസ്സിലാവുന്നുണ്ടോ? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ഇത് സെൻട്രലി ഉള്ള ഒരു കാര്യമാണ്. അതിന്റെ ഒരു മെമ്പർഷിപ്പ് ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ അല്ലെ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് രീതി എന്താണോ അത് ഫോളോ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലും അത് തയ്യാറാവാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ജസ്റ്റ് നമുക്ക് പാരഗ്രാഫ് നോക്കാം. Is a standardized approach to the command, control and coordination of emergency response, providing a common hierarchy within which responders from multiple agencies can be effective. അതായത് അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്കറിയാം നല്ലൊരു സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഒരു രീതി അപ്രോച്ച് അല്ലെ അത് അവലംബിക്കാനായിട്ട് ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും അല്ലെ പെട്ടെന്ന് തന്നെ ഒരു ഡിസാസ്റ്റർ ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് നല്ലൊരു അപ്രോച്ച് നല്ലൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള സമീപനം നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ദെൻ അവരുടെ കമാൻഡ് അല്ലെങ്കിൽ അവരുടെ കൺട്രോൾ അല്ലെങ്കിൽ അവരുടെ കോർഡിനേഷൻ അല്ലെ അവരെങ്ങനെയൊക്കെയാണ് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ നമുക്കത് അറിയാം. അതായത് ഒരുപാട് എമർജൻസി റെസ്പോൺസുകളുടെ ഒക്കെ ഒരു കൂട്ടായ്മയോട് കൂടിയിട്ടായിരിക്കും. അതാണ് അവിടെ പറയുന്നത് മൾട്ടിപ്പിൾ ഏജൻസീസ് ക്യാൻ ബി എഫക്റ്റീവ് അല്ലെ. മൾട്ടിപ്പിൾ ഏജൻസിയുടെയും കൂടി ഒരു സപ്പോർട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് സ്വീകരിക്കാനും കമാൻഡ് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും കൺട്രോളും അല്ലെങ്കിൽ ഓരോ വിജ്ഞാപനമൊക്കെ നടത്തി എമർജൻസി സിറ്റുവേഷൻസുകളൊക്കെ ആ ഒരു ദുരന്ത സാധ്യതകളെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്ത് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഒരു നല്ല എന്താണ് കോമൺ ഹൈറാർക്കി അല്ലെ നല്ലൊരു ശ്രേണി നമുക്കറിയാം ഏറ്റവും ടോപ്പിലുള്ള ലെവലിലുള്ളവർ തന്നെയായിരിക്കും ആശയങ്ങളെല്ലാം നിർദ്ദേശങ്ങളെല്ലാം എന്താണ് കീഴിലുള്ളവർക്കൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അത് നല്ല ഉത്തരവാദിത്ത ബോധത്തോടു കൂടി എല്ലാവർക്കും തന്നെ നിർവഹിക്കാനായിട്ട് സാധിക്കും. കാരണം അവിടെ ഒരു നല്ലൊരു ഹൈറാർക്കി സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതാണ് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മുടേതായ ഹോസ്പിറ്റലിലേക്ക് നോക്കാം. എന്താണ് HICS? എന്താണ് HICS എന്ന് പറയുന്നത്? ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം. നമ്മൾക്കും ഒരു മീറ്റിംഗ് ഉണ്ട് അല്ലെ. ഒരു ഹോസ്പിറ്റലില് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്കും ഇതേമാതിരി തന്നെ ഉള്ള ഒരു അല്ലെ നമുക്കൊരു രൂപീകരണം അവരുടെ ഒരു കമ്മിറ്റി കൂടിയിട്ടുള്ള രൂപീകരണമൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അല്ലെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അവിടെ ഒരു എന്താണ് നമ്മുടെ സെൻട്രലി ആയിട്ടുള്ളതിന് ഒരു ലിങ്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഫോളോ അപ്പ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. Then ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് is an incident management system. ഇതൊരു ഇൻസിഡന്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. based on principles of the incident command system. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ അല്ലെ നമ്മുടെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ ഒരു എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം നടപ്പാക്കി പോകുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? എന്താണ് ICS-ഉം HICS എന്നുള്ളത്? ആരും കൂടെ ഇല്ലേ? ഈ ലാസ്റ്റ് അവർ ആയാലും കൂടെ നിങ്ങൾ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് പോയിരിക്കണോ? മനസ്സിലായി? ഓക്കെ ഓക്കെ. അപ്പോ ഈ ഒരു എന്താണ് നമ്മുടെ നേരത്തെ പറഞ്ഞ മാതിരി ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം അല്ലെ ICS എന്ന് പറയുമ്പോൾ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ആണ്. HIC എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ അല്ലെ നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് വരുന്ന ഒരു ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റം ആണ്. ഓക്കെ, പിന്നെ അതില് HIC നമ്മൾ എപ്പോഴും ബേസ് ചെയ്യുന്നത് എന്തിനെയാണ്? ICS-നെയാണ് അല്ലെ. എന്തിനെയാണ് ബേസ് ചെയ്യുന്നത്? ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിനെയാണ് ബേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം അവിടെ ഒരു നല്ല കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈറാർക്കി സിസ്റ്റം റെസ്പോണ്ട് അല്ലെ അത് വിവിധ ഏജൻസികളുടെ തന്നെ ഒരു ഹൈറാർക്കി സിസ്റ്റം അവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വിച്ച് അസിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഇൻ ഇംപ്രൂവിംഗ് ദെയർ എമർജൻസി മാനേജ്മെന്റ് പ്ലാനിംഗ് റെസ്പോൺസ് ആൻഡ് റിക്കവറി കേപ്പബിലിറ്റീസ് ഫോർ അൺപ്ലാൻഡ് ആൻഡ് പ്ലാൻഡ് ഇവന്റ്സ്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ അല്ലെ ഏതൊരു സിറ്റുവേഷനും നമുക്ക് അത് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ ആശുപത്രികളുടെ പെട്ടെന്നുള്ള ഒരു കാര്യം വരുമ്പോൾ ആ സംരക്ഷണത്തിന്റെ അവരുടെ ആ ഒരു രീതി അനുസരിച്ചിട്ട് തന്നെ ആസൂത്രണം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കറിയാം
ചിലപ്പോഴൊക്കെ ഇങ്ങനെ സ്റ്റേജസ് വരാം അല്ലെ. അപ്പൊ നേരത്തെ കൂട്ടി തയ്യാറെടുക്കാൻ ഒരു സാവകാശമുണ്ട്. പക്ഷെ മിക്കപ്പോഴും നമുക്കറിയാം ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള ഒരു സാവകാശം കിട്ടണമെന്നില്ല. കിട്ടുമോ? അങ്ങനെയുള്ള സാവകാശം കിട്ടാറുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, നമുക്ക് അങ്ങനെ ആസൂത്രണം ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിലും നമുക്ക് എന്താണ് ആസൂത്രണം ചെയ്യാനും അതേമാതിരി തന്നെ പ്രതികരിക്കാനും അതേമാതിരി തന്നെ പേഷ്യൻസിനെയൊക്കെ വീണ്ടും റിക്കവർ ചെയ്ത് വീണ്ടെടുക്കാനും അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവരുടെ പ്രാഥമിക ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് അവരെ മെച്ചപ്പെടുത്താനൊക്കെ ആയിട്ടുള്ള സഹായിക്കാനായിട്ട് ഉള്ള ഒരു സിസ്റ്റം അല്ലെ. അത് മെയിനായിട്ട് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? ഇൻസിഡന്റ് അല്ലെ. നമ്മള് ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ ബേസിലാണ് HICU എന്നുള്ളത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യാൻ പറ്റാത്തതാണ് എങ്കിലും അവരുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മളുടെ ഹോസ്പിറ്റലിൽ നല്ല രീതിയിൽ തീരുമാനങ്ങളൊക്കെ എടുത്ത് നടപ്പാക്കാനുണ്ട്. എന്തിനൊക്കെയാണ് നടപ്പാക്കാൻ പറയുന്നത്? എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കണ്ടീഷനുകളിൽ നിന്നൊക്കെ റിക്കവർ ചെയ്ത് അവരെയൊക്കെ അല്ലെ നല്ല രീതിയിൽ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിലൊക്കെ അവരെയൊക്കെ സംരക്ഷിച്ച് അവരെ മുന്നോട്ട് നയിക്കാനൊക്കെ ആയിട്ട് എങ്ങനെ സാധിക്കുമെന്നുള്ളത് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന്റെ ബേസിൽ ഇവർക്ക് അല്ലെ ഹോസ്പിറ്റൽ ഇൻസിഡന്റ് കമാൻഡ് സിസ്റ്റത്തിന് സാധിക്കുമെന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയോ? മെയിനായിട്ട് അതിന്റെ അബ്രിവേഷൻസ് പഠിച്ചു വെക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കാം, ഇൻസിഡന്റ് സ്റ്റാഫ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇൻസിഡന്റുകൾ വരുമ്പോൾ അവിടെ ഓരോ സ്റ്റാഫുകളൊക്കെ അവിടെയുള്ള കുറെ മെമ്പർഷിപ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി അവിടെയുള്ള ഓരോ വർക്കേഴ്സ് അല്ലെ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാഫുകളുടെ ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഇൻസിഡന്റ് കമാൻഡർ ആണ്. ഇത് മിക്കപ്പോഴും ഇമ്പോർട്ടൻസ് ആണ്, ഏതെങ്കിലൊക്കെ ഇങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി, എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. നമുക്കറിയാം ഓരോരുത്തരുടെയും ഡ്യൂട്ടി എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, അത് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇൻസിഡന്റ് കമാൻഡർ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാനേജ് ഓൾ ആസ്പെക്ട് ഓഫ് എ ഹോസ്പിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് ദ ഡിസാസ്റ്റർ ഓപ്പറേഷൻ. അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ എല്ലാ തരത്തിലുള്ള ഇൻ കേസ് ഏത് ദുരന്തമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണെങ്കിലും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിലും ആശുപത്രിയുടെ എല്ലാ വശങ്ങളിലും എല്ലാ വശങ്ങളിലും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്, മാനേജ് ചെയ്യുന്നുണ്ട് അല്ലെ. അദ്ദേഹമാണ് പ്രധാനമായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും മാനേജ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള നേതൃത്വ നിരയിലുള്ള വ്യക്തിയാണ് ഇൻസിഡന്റ് കമാൻഡർ. ഇൻസിഡന്റ് കമാൻഡർ എന്താ ചെയ്യുന്നത്? മാനേജ് ഓൾ ആസ്പെക്ട് ഓഫ് ഹോസ്പിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് ദ ഡിസാസ്റ്റർ ഓപ്പറേഷൻ. എന്തെങ്കിലും ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും അദ്ദേഹം പങ്കാളിയാകുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇൻസിഡന്റ് കമാൻഡർ എന്നുള്ളത്. അപ്പൊ ചിലപ്പോഴൊക്കെ ഹു മാനേജ് ഓൾ ആസ്പെക്ട് ഓഫ് ഹോസ്പിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് ദ ഡിസാസ്റ്റർ ഓപ്പറേഷൻ എന്ന് ചോദിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ഓപ്ഷനിൽ ഒരുപാട് ഉണ്ടാവും. ലൈസൺ ഓഫീസർ ഉണ്ടാവും, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉണ്ടാവും അല്ലെ, ഇൻസിഡന്റ് കമാൻഡർ ഉണ്ടാവും. നമുക്കറിയാം അല്ലെ, അദ്ദേഹമാണ് ഇൻസിഡന്റ് കമാൻഡർ ആണ്. മാനേജ് ഓൾ ആസ്പെക്ട് ഓഫ് ഹോസ്പിറ്റൽ പാർട്ടിസിപ്പേഷൻ ഇൻ ഓപ്പറേറ്റിംഗ് ദ ഡിസാസ്റ്റർ ഓപ്പറേഷൻ. ക്ലിയർ അല്ലേ ഫസ്റ്റ് പോയിന്റ്? നെക്സ്റ്റ് നോക്കാം, പബ്ലിക് റിലേഷൻ ഓഫീസർ. എന്താണ് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ പ്രവർത്തനം എന്താന്ന് നോക്കാം. സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫോർമേഷൻ മെഡിക്കൽ ഓർ അതർവൈസ്. അപ്പൊ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എല്ലാ ഇൻഫോർമേഷൻസും മെഡിക്കൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും എല്ലാം തന്നെ പബ്ലിക്കിന്റെ ഇടയിലേക്ക് നമുക്ക് എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, അതെല്ലാം തന്നെ ജനങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് മെഡിക്കൽ പബ്ലിക് റിലേഷൻ ഓഫീസർ ചെയ്യുന്നത്. സർക്കുലേഷൻ ഓഫ് ഓൾ ദ ഇൻഫോർമേഷൻ മെഡിക്കൽ ഓർ അതർവൈസ്. എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് മെഡിക്കൽ ആയിട്ട് ഉള്ള ഇൻഫോർമേഷൻ ആവാം, മറ്റു തരത്തിലുള്ള ഇൻഫോർമേഷൻ ആവാം, അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുക ആസ് എ മീഡിയേറ്റർ ആണ് അദ്ദേഹം ബിറ്റ്വീൻ ആരൊക്കെ ആയിട്ട് അഡ്മിനിസ്ട്രേറ്ററും പേഷ്യന്റുമായിട്ടുള്ള ഒരു മീഡിയേറ്റർ ആയിട്ടാണ് പബ്ലിക് റിലേഷൻ ഓഫീസർ പ്രവർത്തിക്കുന്നത്. കാരണം പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മെഡിക്കലും മറ്റുള്ള വിവരങ്ങളെല്ലാം തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഹോസ്പിറ്റലിൽ നിന്ന് എന്തൊക്കെയാണോ കിട്ടുന്നത് അതെല്ലാം തന്നെ അവരിലേക്ക് എത്തിക്കുന്നത് പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? സെക്കൻഡ് കമാൻഡ് ഞാൻ ഇച്ചിരി നിർത്തി പറയുന്നത് മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കമാൻഡർ, ഇൻസിഡന്റ് കമാൻഡർ. സെക്കൻഡ് വൺ പബ്ലിക് റിലേഷൻ ഓഫീസർ. തേർഡ് വൺ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ,
സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓപ്പറേറ്റിംഗ് ആൻഡ് alerting all the security staff within the hospital and deploying them. അതായത് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള സുരക്ഷ അല്ലെ ഓഫീസറെ പ്രവർത്തിക്കുന്ന അത് ഏകോപിപ്പിക്കുക മാത്രമല്ല മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു അല്ലെ. ഓപ്പറേറ്റിംഗ് ഓൺ അലേർട്ടിംഗ് ആൾ ദ സെക്യൂരിറ്റി സ്റ്റാഫ്, എല്ലാവർക്കും ഒരു അലേർട്ട് കൊടുക്കുന്നു വിതിൻ ദ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഉള്ളത്. അതോടൊപ്പം തന്നെ അവരെ ഏകോപിപ്പിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് ലേസൺ ഓഫീസർ. എന്താണ് ലേസൺ ഓഫീസർ ചെയ്യുന്നത്? കൊളാബറേറ്റ് വിത്ത് അതർ ഏജൻസീസ് ടു ദ വിക്ടിം ഓഫ് എന്താണ് പറയുന്നത് മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് അല്ലെ. MCI എന്ന് പറയുന്നത് മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ്. ഓക്കെ, അപ്പൊ എന്താണ് കൂടുതൽ ഇരകളായത് അല്ലെ. നമുക്കറിയാം ദുരന്തത്തിന് ഇരകളായ വ്യക്തികൾക്ക് അവരുടെ ഏജൻസികളുമായിട്ട് സഹകരിക്കുക എന്നുള്ളത്. നമുക്കറിയാം ചില ഏജൻസികളൊക്കെ കുറെ ഓഫറുകളും കാര്യങ്ങളൊക്കെ തരും അല്ലെ. അപ്പം അവർക്ക് എന്തെങ്കിലും പേഷ്യന്റിന് എന്തെങ്കിലും നോക്കാം മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ്. MCI എന്ന് പറയുന്നത് മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മറന്നുപോയതായിരിക്കും. നമ്മളവിടെ ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണത്. മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് അല്ലെ. വലിയൊരു അപകടം സംഭവിക്കുന്നത്, ഒരു കൂട്ടക്കൊല എന്നൊക്കെ പറഞ്ഞില്ലേ. അതായത് പെട്ടെന്ന് ഉണ്ടാവാനായിട്ടല്ലേ ദുരന്തം വരാൻ സാധ്യതകളുണ്ട്. മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് എന്ന് പറയുന്നത്. കേൾക്കേ വിട്ടുപോയതായിരിക്കുള്ളൂ, നമ്മൾ പഠിച്ചു പോയതാണ്. എനിവേ നമുക്ക് കുറച്ച് അല്ലെ നോക്കാം. കൊളാബറേറ്റ് വിത്ത് അതർ ഏജൻസീസ് ടു ദ വിക്ടിം ഓഫ് മാസ് കാഷ്വാലിറ്റി ഇൻസിഡന്റ് അല്ലെ. അപ്പോ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചിരിക്കുന്ന ഇരകളായ വ്യക്തികൾക്ക് പ്രൊവൈഡിങ് റെസ്ക്യൂ ആൻഡ് റിലീഫ്. അതായത് അവർക്ക് എന്താണ് നമുക്കറിയാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ദുരന്തങ്ങൾ അഭിമുഖീകരിക്കേണ്ട വ്യക്തികൾക്ക് മറ്റ് ഏജൻസികളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ. അപ്പൊ അതെന്താന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് തന്നെ അറിയിക്കുക അല്ലെ. അവരെ പേഷ്യന്റുമായി ബന്ധപ്പെട്ട് തന്നെ അവർക്ക് അറിയിക്കുക. ദെൻ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ റിലീഫ് അല്ലെ. നമുക്ക് അറിയാം അവർക്ക് ആശ്വാസം നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി കൂടിയാണ്. അതെല്ലാം ചെയ്തു കൊടുക്കുന്നത് ആരാണ്? ലേസൺ ഓഫീസറാണ്. നെക്സ്റ്റ് പ്ലാനിംഗ് ചീഫ്. എന്താണ് പ്ലാനിംഗ് ചീഫ് ചെയ്യുന്നത്? റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിങ്. അതായത് നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ, അവിടെ ഉള്ള മാൻ പവർ മനുഷ്യ വിഭവ ശക്തിയെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുക. അതാണ് പ്ലാനിംഗ് ചീഫിന്റെ പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം പെട്ടെന്ന് ഡിസാസ്റ്റർ ചെയ്യുമ്പോൾ അവിടെ ഓരോ ഡ്യൂട്ടികളൊക്കെ ഏൽപ്പിക്കാനായിട്ട് അവിടെ ആവശ്യമായ മനുഷ്യശക്തി അവിടെ വേണം അല്ലെ. അലോട്ട് ചെയ്ത് കൊടുക്കണം ഓരോ ഡ്യൂട്ടികളൊക്കെ. അപ്പൊ അത് പ്ലാൻ ചെയ്യുന്നത് ആരാണ്? പ്ലാനിംഗ് ചീഫാണ്. റെസ്പോൺസിബിൾ ഫോർ ദ മാൻ പവർ പ്ലാനിങ്. മനുഷ്യശക്തി എത്രത്തോളം എവിടേക്കൊക്കെ വിട്ടുകൊടുക്കണം, ഓരോരുത്തരെ എവിടേക്കൊക്കെ വിട്ടുകൊടുക്കണം. ആംബുലൻസ് വിട്ടുകൊടുക്കുമ്പോൾ എത്ര മാൻ പവർ പോകണം, അല്ലെങ്കിൽ ഇന്ന വരുമ്പോൾ അല്ലെ കാഷ്വാലിറ്റിയിൽ എത്ര പേരെ ഇത് ചെയ്യണം, അപ്പോയിന്റ്മെന്റ് ചെയ്യണം. അപ്പൊ നമുക്കറിയാം ഒരു ചെറിയ ഹോസ്പിറ്റലൊക്കെയാണ്, പെട്ടെന്ന് ദുരന്തങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് ആൾക്കാരെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മൈൻഡിൽ എപ്പോഴും അങ്ങനെയായിരിക്കണം. വലിയൊരു ഹോസ്പിറ്റലിന്റെ ചിത്രം മൈൻഡിൽ വരുന്നേക്കാൾ ഉപരി ഒരു മീഡിയം ഉള്ള നിലവിലുള്ള ഹോസ്പിറ്റലാണ് ദുരന്തം സംഭവിക്കുന്നു. അപ്പൊ എല്ലായിടത്തേക്കൊക്കെ ആൾക്കാർ വിട്ടുകൊടുക്കണം. അതേമാതിരി തന്നെ പബ്ലിക്കുമായിട്ടുള്ള അല്ലെ മെഡിക്കൽ അവിടുത്തെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ മെഡിക്കൽ സേവനങ്ങളൊക്കെ ലഭ്യമാക്കാൻ സാധിക്കുമെന്നൊക്കെ ഒരു മീഡിയേറ്റർ ആയിട്ട് വർത്തിക്കണം. പിന്നെ അവിടുത്തെ സുരക്ഷയെ ഉറപ്പാക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇവരുടെ ഡ്യൂട്ടികളിലൊക്കെ വരുന്നത്. നെക്സ്റ്റ് നോക്കാം ഓപ്പറേഷൻസ് ചീഫ്. എന്താണ് ഓപ്പറേഷൻസ് ചീഫ് ചെയ്യുന്നത്? ഞാൻ ഇതെല്ലാം പറയുന്നത് ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ എല്ലാം ഓരോന്നും മനസ്സിലാക്കി തന്നെ പോവാം. ഓപ്പറേഷൻസ് ചീഫ് എന്താ ചെയ്യുന്നത്? കംപ്ലീറ്റ് ഇൻചാർജ് ഓഫ് ഓൾ പേഷ്യൻസ് കെയർ ആക്ടിവിറ്റീസ്. അതായത് എല്ലാ പേഷ്യന്റിന്റെയും പ്രവർത്തനങ്ങളുടെ അല്ലെ പൂർണ്ണമായിട്ടുള്ള ചുമതലയാണ്. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പൂർണ്ണ ചുമതല നിർവഹിക്കുന്നത് ഓപ്പറേഷൻ ചീഫാണ്. കംപ്ലീറ്റ് ഇൻചാർജ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ്. രോഗി പരിചരണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസുകളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് ഓപ്പറേഷൻ ചീഫ് ചെയ്യുന്ന ഡ്യൂട്ടി. ലോജിസ്റ്റിക് ചീഫ് എന്താണ് ചെയ്യുന്നത്? ഇൻചാർജ് ഓൾ സപ്പോർട്ട് സർവീസ് ഓഫ് ദ ഹോസ്പിറ്റൽ.
അതായത് നമുക്ക് സപ്പോർട്ടീവ് സർവീസുകളുണ്ട് അല്ലെ, നമുക്ക് എന്താണ് പറയാ ലബോറട്ടറിയുടെ സേവനം വേണ്ടി വരും, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നമുക്ക് CT സ്കാൻ അങ്ങനെയൊക്കെയുള്ള കുറെ സേവനങ്ങളൊക്കെ ഇതിനോടൊപ്പം തന്നെ ചെയ്തു പോകേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ സപ്പോർട്ടീവ് സർവീസുകൾ എന്തെങ്കിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ലോജിസ്റ്റിക്സ് ചീഫാണ്. ഓക്കെ, അപ്പം സഹായ സേവനങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ലോജിസ്റ്റിക് ചീഫാണ്. ദെൻ ഫിനാൻസ് ഓഫീസർ. ഫിനാൻസ് ഓഫീസർ എന്താ ചെയ്യുന്നത്? is accountable for the allocation of an emergency fund and clear the way of for emergency purchase. നമുക്കറിയാം അല്ലെ, നമ്മുടെ ഫണ്ട് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അതിലേക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് നമുക്കറിയാം അല്ലെ, ഫിനാൻസ് എത്രത്തോളം ഓരോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യണം. നമുക്കറിയാം പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള പെട്ടെന്ന് ക്വിക്കായിട്ട് ചില എക്യുപ്മെന്റ്സോ ചില മെഡിസിൻസ് ഒക്കെ പെട്ടെന്ന് കളക്ട് ചെയ്ത് അവർക്ക് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് അല്ലെ. അപ്പൊ ഈസ് അക്കൗണ്ടബിൾ ഫോർ അലോക്കേഷൻ ഓഫ് എമർജൻസി ഫണ്ട് ആൻഡ് ക്ലിയർ ദ വേ ഓഫ് എമർജൻസി പർച്ചേസ്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് അടിയന്തര ഫണ്ടുകൾ അനുവദിക്കുകയും അടിയന്തര സ്വഭാവമായിട്ടുള്ള പർച്ചേസുകൾ സംഭവങ്ങൾക്കൊക്കെ അത് നീക്കിയിരിപ്പൊക്കെ നടത്തി വെക്കുകയും ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഫിനാൻസ് ഓഫീസറിൻ്റെതാണ്. ഓക്കെ, അപ്പൊ 8 പ്രധാനപ്പെട്ട ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുന്ന അല്ലെ, ഇൻസിഡൻസുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് 8 പേരുടെ ചുമതലകളാണ് നമ്മൾ കണ്ടത്. ഫസ്റ്റ് വൺ ഇൻസിഡന്റ് കമാൻഡർ, സെക്കൻഡ് വൺ പബ്ലിക് റിലേഷൻ ഓഫീസർ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, ദെൻ ലൈസൺ ഓഫീസർ, ദെൻ പ്ലാനിംഗ് ചീഫ്, ഓപ്പറേഷൻ ചീഫ്, ലോജിസ്റ്റിക് ചീഫ്, ഫിനാൻസ് ഓഫീസർ. ഓക്കെ, ഇതുവരെ ഒന്ന് വായിച്ചു നോക്കാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആണോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കാം, പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സ്. അപ്പൊ നമ്മള് ജോലിയുമായി ബന്ധപ്പെട്ട ഈ കാർഡുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഫസ്റ്റ് നോക്കാം, ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ചാർട്ടർ. അതായത് എല്ലാവർക്കും അല്ലെ, ഓരോ പൊസിഷനിലുള്ളവർക്കും എല്ലാവരുടെയും രീതി അനുസരിച്ചിട്ട് തന്നെ ചാർട്ട് തയ്യാറാക്കേണ്ടതുണ്ട്. ഈച്ച് ആൻഡ് എവറി പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ചാർട്ട് അല്ലെ, ഓരോരുത്തർക്കും ഓരോ സ്ഥാനം അനുസരിച്ചിട്ടുള്ള ഒരു ചാർട്ടുകൾ തയ്യാറാക്കണം. എന്താണ് കോംപ്രിഹെൻസീവ് സ്റ്റോർഡ് സേഫ്റ്റി ഇൻ ഡിസാസ്റ്റർ മാനുവൽ, കളർ കോഡഡ് ആൻഡ് ലാമിനേറ്റഡ്. അതായത് ഇപ്പൊ നമുക്കറിയാം ഇന്ന ഓഫീസറാണ് അല്ലെ, ഇപ്പൊ ഐഡന്റിറ്റി കാർഡുകൾ ഉണ്ടല്ലേ എല്ലാവർക്കും. അപ്പൊ ഇന്ന ദുരന്ത സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ഐഡന്റിറ്റി കാർഡ് അത് ലാമിനേറ്റ് ചെയ്തിട്ടുള്ള കാർഡുകൾ തന്നെയായിരിക്കണം അവർക്ക് തയ്യാറാക്കേണ്ടത്. കോംപ്രിഹെൻസീവ് സ്റ്റോർഡ് സേഫ്റ്റി അല്ലെ, സമഗ്രമായിട്ടായിരിക്കണം അവരുടെ പേരും കാര്യങ്ങളും എന്താണ് ഓഫീസറിന്റെ പൊസിഷൻ എന്നൊക്കെ ഉള്ള പ്രത്യേക കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അടങ്ങി അത് കളർ കോഡഡ് ആയിട്ട് ലാമിനേറ്റ് ചെയ്ത് തന്നെയായിരിക്കണം അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. ഇൻ ഓൾ ഏരിയാസ് റിലേറ്റഡ് വിത്ത് ദ എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ. അതായത് അല്ലെ, അടിയന്തരമായിട്ടുള്ള മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെല്ലാം തന്നെ അല്ലെ, ഏരിയാസ് റിലേറ്റഡ് വിത്ത് എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ. പെട്ടെന്ന് തന്നെ എമർജൻസി പ്ലാൻ ഒക്കെ ആയിട്ട് ജോബ് അല്ലെ, ഇപ്പൊ നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ തന്നെ അടിയന്തര ഘട്ടം ഘട്ടമൊക്കെ ആയിട്ട് തിരിക്കും. എന്നുവെച്ചാൽ നമുക്ക് സാധാരണ രീതിയിൽ ഒരു ഹോസ്പിറ്റലൊക്കെ ചെല്ലുന്ന മാതിരി ആയിരിക്കും ചിലപ്പോ അങ്ങനത്തെ പ്രത്യേക സിറ്റുവേഷനിലൊക്കെ. നിങ്ങൾക്കറിയാം അല്ലെ, കോവിഡിന്റെ സമയത്ത് അല്ലെങ്കിൽ എന്താണ് ഫ്ലഡ് ഉണ്ടായ സമയത്തൊക്കെ ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ എന്താണ് പ്രത്യേക അല്ലെ കൂടുതൽ ഇതുകൾ വരുമ്പോൾ ദുരന്ത സംഭവങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അവിടെ ഓരോ ഭാഗങ്ങളൊക്കെ തിരിച്ചിട്ടുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒപ്പിയിലൊന്നും ആയിരിക്കില്ല പിന്നെ ചെല്ലുമ്പോൾ അല്ലെ. ഇങ്ങനെ ഉണ്ടാവാറില്ലേ? ഉണ്ടാവാറുണ്ടോ? വ്യത്യസ്തമായിട്ടൊക്കെ അവരെ തെരഞ്ഞെടുക്കാറില്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ ആ ഏരിയാസ് ഒക്കെ എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ അനുസരിച്ചിട്ടൊക്കെ തിരിച്ചിരിക്കണം. ചെക്ക് ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ കീ ഇൻഡിവിജ്വൽസ്.
അതായത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കണം. അതായത് ഒരാൾ ചെയ്യേണ്ട അയാളുടെ ചുമതല എന്താണ്, അതുമായി ബന്ധപ്പെട്ട് നിർവഹിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ സമ്പൂർണ്ണമായിട്ട് തന്നെ അവരുടെ ലെവലിൽ ഇത് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഒരു പ്ലാനിംഗ് ഓഫീസർ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫിനാൻസ് ഓഫീസർ അദ്ദേഹത്തിന്റെ ചുമതലകളൊക്കെ കൃത്യമായിട്ട് തന്നെ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലെ, ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ദെൻ ഇൻഫോർമേഷൻ നീഡഡ്. അപ്പൊ നമുക്കറിയാം ആരെ സമീപിക്കണം, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പേഷ്യന്റിന് പെട്ടെന്ന് മനസ്സിലാവില്ല അല്ലെ. അപ്പൊ പ്രത്യേകമായിട്ട് അത് വായിച്ചു നോക്കുമ്പോൾ ആരെയാണ് നമ്മൾ സമീപിക്കേണ്ടത്, ഇതുമായി ബന്ധപ്പെട്ട് ആരെയാണ് കാണേണ്ടത്, അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവരെ കാണാനായിട്ട് ശ്രമിക്കും. ഓക്കെ, ഇൻഫോർമേഷൻ നീഡഡ് ഫോർ ദ ഇൻഡിവിജ്വൽ. നമുക്കറിയാം വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അതെന്താണെന്ന് പ്രത്യേകം തന്നെ ഓരോരുത്തർക്കും അല്ലെ. നമ്മൾ നേരത്തെ അല്ലെ കോവിഡിന്റെ സമയത്തൊക്കെ നമുക്കറിയാം മാസ്ക് ധരിക്കണം, ഇത്രയും അകലം പാലിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറെ നിബന്ധനകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ദുരന്തമുഖമായി ബന്ധപ്പെട്ട് വരുന്ന സിറ്റുവേഷനിലും വ്യക്തികൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രത്യേകം തന്നെ വിഭാവനം ചെയ്യണം. കോഡഡ് ഫോർ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് സ്റ്റാഫ്. വേണമെങ്കിൽ നമുക്കറിയാം കളർ കോഡുകളെല്ലാം അല്ലെ കൊടുക്കാം. ഇച്ചിരി കൂടി എന്താണ് ആരെയാണ് കൂടുതൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അവർക്കൊക്കെ കളർ കോഡോട് കൂടിയിട്ടുള്ള എന്താണ് നമുക്കറിയാം കോവിഡിന്റെ സമയത്തൊക്കെ ധരിച്ചിരിക്കുന്ന ഇതിന്റെ ലേബലിൽ തന്നെ നമുക്കറിയാം അല്ലെ, ഇന്ന പേഴ്സൺസിന്റെ അടുത്തൊന്നും നമുക്ക് പോകാൻ പാടില്ല അല്ലെ. അതേസമയം ഇന്ന വ്യക്തികളുടെയൊക്കെ സമീപിക്കാം. കളർ കോഡോട് കൂടിയിട്ടൊക്കെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നിർത്തുമ്പോൾ അത് ഇന്ന വിഭാഗക്കാരാണെന്നൊക്കെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ അവർക്ക് സേവനങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ പ്രിപ്പറേഷൻ ഓഫ് ജോബ് കാർഡ്സിൽ പറയുന്നത് എത്രയും പെട്ടെന്ന് സേവനങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുക. അത് ഡിപ്പാർട്ട്മെന്റിനെയും പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുക, അവിടെയുള്ള വർക്ക് ചെയ്യുന്നവരെ സേവനത്തിന് വേണ്ടിയിട്ട് കളർ കോഡ് കൊടുത്ത് കാറ്റഗറൈസ് ചെയ്യുക. അതേമാതിരി തന്നെ നിബന്ധനകൾ കാര്യങ്ങൾ ഓരോരുത്തരുടെ ഡ്യൂട്ടിയൊക്കെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ കാണിച്ചു കൊടുക്കാം. എന്താണ് പ്രധാനമായിട്ടും അല്ലെ. അപ്പൊ നമുക്കറിയാം ഓരോരുത്തരുടെ ഡ്യൂട്ടി അനുസരിച്ചിട്ട് തന്നെ അവർക്ക് അവരവരുടെ ലെവലിലേക്കൊക്കെ പെട്ടെന്ന് ആരോടും തന്നെ അല്ലെ ഒരുപാട് സമയം ചെലവഴിക്കാതെ തന്നെ സേവനങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുണ്ട്. നമുക്കറിയാം അടിയന്തര സാഹചര്യങ്ങളിൽ ചെറിയ ഹോസ്പിറ്റലാണെങ്കിലും പരമാവധി അല്ലെ നമ്മളുടെ അടിയന്തര സേവനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ക്ലിയർ ആയോ? വായിച്ചു നോക്കുക. അല്ല പ്രത്യേകിച്ച് കാണാറില്ല. സെക്കൻഡ് പോയിന്റ് നോക്കാം. കോംപ്രിഹെൻസീവ് സ്റ്റോർഡ് സേഫ്റ്റി ഇൻ ഡിസാസ്റ്റർ മാനുവൽ കളർ കോഡഡ് ആൻഡ് ലാമിനേറ്റഡ്. അതായത് നമ്മള് ഡിസാസ്റ്ററിന്റെ മാനുവലൊക്കെ നമ്മള് കുറച്ച് ആമുഖ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കളർ കോഡായിട്ടൊക്കെ തന്നെ നമ്മൾ ലാമിനേറ്റ് ചെയ്ത് വെക്കണം. അത് സമഗ്രമായിട്ട് തന്നെ സ്റ്റോർ ചെയ്യണം. സമഗ്രം സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിരിക്കണം. എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോ ഇന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് ചിലപ്പോ അല്ലെ, ചിലപ്പോ ഇപ്പോ നമുക്കറിയാം ഒരു വാതകം ശ്വസിച്ച് വരുന്ന വ്യക്തികളായിരിക്കും, എന്തെങ്കിലും എന്താ പറയുക ശ്വാസം വിട്ടോ എന്താ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറെ പേഴ്സൺസ് ആയിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് എന്താണ് മാനുവലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ അവിടെ ഓരോ പേഴ്സൺസിനും എന്തൊക്കെയാണ് ഡ്യൂട്ടി എന്നൊക്കെയോ ആരൊക്കെയാണ് കാണേണ്ടതെന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ മാനുവലിൽ നോക്കി തന്നെ മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പൊ സമഗ്രമായ രീതി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായിട്ട് ആ രീതി തയ്യാറാക്കാനല്ല ഉദ്ദേശിച്ചത്. എന്നാൽ ആ വ്യക്തികൾക്ക് പേഷ്യന്റിനെ ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അത് ലാമിനേറ്റ് ചെയ്ത് ആ മാനുവൽ തയ്യാറാക്കണം. അത് സുരക്ഷിതമായിട്ട് തന്നെ തയ്യാറാക്കണം. കളർ കോഡൊക്കെ കൊടുത്തിട്ടായിരിക്കും. അപ്പൊ എന്താണ് അവര് ഇന്ന ചിലപ്പോഴാണെങ്കിൽ റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ളവർക്ക് പെട്ടെന്ന് ഇൻഹേലിയർ വേണം അല്ലെ, അല്ലെങ്കിൽ പെട്ടെന്ന് അത്തരത്തിലുള്ള ഓക്സിജൻ സിലിണ്ടർ വേണം, അങ്ങനെയൊക്കെയുള്ള കുറെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതൊക്കെ പെട്ടെന്ന് വായിച്ചു ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള രോഗികൾ എത്രയും പെട്ടെന്ന് ഈ വിഭാഗത്തിലേക്ക് പോവുക, ഇങ്ങനെയുള്ള രോഗികൾ എത്രയും പെട്ടെന്ന് അല്ലെ ഇന്ന റൂമിലേക്ക് നിൽക്കുക, അങ്ങനെയൊക്കെ കുറച്ച് മാനുവലൊക്കെ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ?
അപ്പൊ ഒരു എങ്ങനെയെങ്കിലും ആ സിറ്റുവേഷനെ എങ്ങനെയെങ്കിലും അവിടെയുള്ള പേഷ്യൻസിന്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവിടെ ഓരോരുത്തരുടെ പൊസിഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓരോരുത്തർക്കും കളർ ആയിട്ടുള്ള അല്ലെ ഡ്രസ്സുകൾ ധരിക്കണമെന്ന് പറയുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പെട്ടെന്ന് തന്നെ കളർഫുൾ ആക്കി തന്നെ തിരിക്കണമെന്ന് പറയുന്നുണ്ട്. മാനുവലൊക്കെ സമഗ്രമായ രീതിയിൽ കളർ കോഡോട് കൂടിയിട്ടൊക്കെ തയ്യാറാക്കണമെന്ന് പറയുന്നുണ്ട്. അവരോടൊപ്പം തന്നെ ഓരോരുത്തരുടെ ഡ്യൂട്ടി അല്ലെ ചെക്ക് ലിസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ കീ ഇൻഡിവിജ്വൽസ് ഓരോ ഇൻഡിവിജ്വൽസിന്റേതായ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലെ ഓരോ ചുമതലകൾ എന്തൊക്കെയാണ് ഓരോ ഡ്യൂട്ടിയിലുള്ള ചുമതലകളൊക്കെ കൃത്യമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരുപാട് സമയങ്ങൾ അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് അല്ലെ ഒരു ബുദ്ധിമുട്ട് അല്ലെ അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. ക്ലിയർ അല്ലേ? കണ്ടിന്യൂ ചെയ്തോട്ടെ. Okay. Then plan activation of different areas of a hospital. നമുക്ക് അടുത്തൊരു പോയിന്റിന്റെ കൂടി കുറിച്ച് നോക്കാം. ആക്ടിവേഷൻ ഓഫ് ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ഹോസ്പിറ്റൽ. അതായത് നമ്മളിപ്പോ അല്ലെ നമ്മളെ സജീവമാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലാനുകൾ അല്ലെ നമ്മളെ ഹോസ്പിറ്റലിന്റെ ഏതൊരു ഏരിയയും നല്ല ആക്റ്റീവായിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് വരുന്നത്. ഇതും അങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ട്രാഫിക് ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു സംശയമോ അല്ലെങ്കിൽ എല്ലാം കൂടി കട്ട പിടിച്ചിരിക്കുന്ന അവസ്ഥയോ ആർക്കും സേവനം നേടിയെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്താണ് കമാൻഡ് സെന്റർ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഓഫീസ്, പേജിങ്, എന്താണ് ഹോട്ട്ലൈൻ ഏരിയ, ടെലിഫോൺ എക്സ്ചേഞ്ച്. അതായത് ഇതിലൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മളെ പെട്ടെന്ന് തന്നെ സേവനങ്ങൾ നേടിയെടുക്കാനൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ ഇങ്ങനെ ആംബുലൻസ് സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അല്ലെ നമ്പർ 100 അമർത്തുക, അല്ലെങ്കിൽ മറ്റേ എമർജൻസി സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് 102 അല്ലെ 112 അങ്ങനെയൊക്കെയുള്ള നമ്മള് എമർജൻസി നമ്പറുകൾ കേൾക്കില്ലേ എന്ന് പറഞ്ഞ മാതിരി ഹോട്ട്ലൈൻ ഏരിയകൾ എന്താ പറയാ ഇതൊക്കെ എന്താണ് ലോക്കൽ സഹായത്തോട് കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ലൈൻ ഏരിയയിലേക്ക് പോകാനൊക്കെ ആയിട്ടുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടൊക്കെ ഒരു രീതി അവലംബിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് എല്ലാവർക്കും നാം ചോദിച്ചറിയാതെ തന്നെ അതിൽ കാണിച്ചിരിക്കുന്ന നമ്പർ വെച്ചിട്ട് പോകാനായിട്ട് ഹെൽപ്പ് ലൈൻ നമ്പർ വെച്ചിട്ട് അല്ലെങ്കിൽ അതില് കൂടുതലായിട്ട് നമ്മൾ എന്തെങ്കിലും എന്താണ് നമ്മൾ ആരോമാർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാതെ നല്ല ആശയവിനിമയത്തോട് കൂടിയിട്ടൊക്കെ ഓരോ സെക്ഷനിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് സാധിക്കും. അതാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ ഓഫീസ്, പാക്കേജിങ്, അതേമാതിരി തന്നെ ഹോട്ട്ലൈൻ നമ്പർ, ടെലിഫോൺ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പൊ അതിലൂടെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ഗ്രഹിച്ചിട്ട് അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതേമാതിരി തന്നെ സെക്യൂരിറ്റി ഓഫീസ്, പോലീസ് പിക്കറ്റ്, അതായത് സെക്യൂരിറ്റി ഓഫീസുകളുടേതായിട്ടുള്ള സേവനങ്ങൾ അവിടെ കൃത്യമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ തരപ്പെടുത്തിയിട്ടുണ്ടാവും. ദെൻ അതേമാതിരി തന്നെ റിസപ്ഷൻ ആൻഡ് ട്രയേജ് ഏരിയ അല്ലെ നമ്മള് റിസപ്ഷനും അതേമാതിരിയുള്ള ട്രയേജ് ഏരിയകളൊക്കെ ആവശ്യാനുസരണമൊക്കെ ഇന്ന ഭാഗം എന്നൊക്കെ കൃത്യമായിട്ട് തന്നെ വേരിയേഷൻ ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ദെൻ ഡിറ്റാമിനേഷൻ ഏരിയ ഇഫ് നീഡഡ് അല്ലെ നമുക്ക് എന്താണ് മലിനീകൃതമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അല്ലെ മാലിന്യങ്ങളൊക്കെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊക്കെ അവിടെ അതിനനുസരിച്ചുള്ള സൗകര്യം ചെയ്തിട്ടുണ്ടാവണം. ദെൻ എന്താണ് മൈനർ ട്രീറ്റ്മെന്റ് ഏരിയാസ്, ചെറിയ അപകടങ്ങളൊക്കെ ആണെങ്കിൽ അത് ഇന്ന ഏരിയ ആണ്, അപ്പൊ ആ ഏരിയയിൽ പോയിട്ട് മൈനർ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. ദെൻ അക്യൂട്ട് കെയർ ഏരിയ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതായത് എമർജൻസി ആണെങ്കിൽ നമുക്ക് അതായത് പെട്ടെന്ന് ഒരു ദുരന്തമാണ് വരുന്നത് അല്ലെ, ദുരന്തം വന്ന് സംഭവിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും കൂടി നടപ്പാക്കിയിട്ട് കൊണ്ടുവന്ന് എത്തിക്കാനൊന്നും പറ്റുന്നില്ല. ഓരോരുത്തർക്ക് പറ്റുന്ന സാഹചര്യത്തിൽ ആരെങ്കിലൊക്കെ വലിച്ചു വാരിയൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. അപ്പൊ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ എവിടേക്ക് പോകണം എന്നുള്ളതൊന്നും പെട്ടെന്ന് അവർക്ക് അറിയില്ല. അവിടെ ഹോസ്പിറ്റലാണെങ്കിൽ ഒരുപാട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള സ്റ്റാഫും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല അല്ലെ. ഉള്ള വ്യക്തികൾക്ക് അവർ പ്രത്യേക യൂണിഫോമും പ്രത്യേക കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പെട്ടെന്ന് വായിച്ചിട്ട് ഹോസ്പിറ്റലിന്റെ പെട്ടെന്ന് ഫ്രണ്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയിട്ടാണ് ഇവർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ?
ഉണ്ടോ? അപ്പൊ സജീവമായിട്ട് ഈ ഹോസ്പിറ്റലിൽ മൂവ് ചെയ്ത് പോവാനായിട്ടുള്ള കുറച്ച് ഐഡിയാസുകളാണ് ഈ കാണിക്കുന്നത്. ചില നമ്പറുകൾ കൊടുക്കുന്നു, ചില മാർക്കിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ദെൻ അവിടെയൊക്കെ ഇങ്ങനെ അല്ലെ ഓരോന്നിനും ഓരോ സെക്ഷനുകളൊക്കെ ആയിട്ട് തിരിക്കുന്നു. ദെൻ അപ്പൊ മൈനർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ പോയി അവർ ട്രീറ്റ്മെന്റ് നേടുന്നു. ദെൻ അക്യൂട്ട് കെയർ ഏരിയ അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ എമർജൻസി സർവീസുകൾക്ക് വേണ്ടി പോകുന്നു. ദെൻ ഡെഫിനറ്റ് കെയർ ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില ചികിത്സകൾ മസ്റ്റായിട്ടും അല്ലെ എമർജൻസി ഇന്നതാണെന്ന് തന്നെ തിരിച്ചറിയാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സേവനങ്ങൾക്കായിട്ട് അവർക്ക് തേടാവുന്നതാണ്. ദെൻ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് ഏരിയ ആൻഡ് ആക്ടിവേഷൻ ഓഫ് ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് അല്ലെ നമുക്ക് കൂടുതൽ സേവനം ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള രീതികളിലേക്ക് വേണ്ടിയിട്ട് സേവനങ്ങൾ തേടാം. ദെൻ മോർച്ചറി ആണെങ്കിൽ മോർച്ചറിയിലേക്ക് മാറ്റാനായിട്ടുള്ള സൗകര്യങ്ങൾ അതൊക്കെ അവിടെ ഉണ്ടാവണം. ദെൻ ഹോൾഡിംഗ് ഏരിയ ഫോർ റിലേറ്റീവ് ഓർ നോൺ ഇൻഷുർഡ് അതായത് വലിയ പ്രശ്നമൊന്നുമില്ലാത്ത വ്യക്തികൾ ചിലപ്പോൾ ഇവരോടൊപ്പം ഉണ്ടാവാം. അപ്പൊ അവർക്ക് വിശ്രമിക്കാനുള്ള ഏരിയകൾ ഉണ്ടായിരിക്കണം. ഏരിയ ഫോർ ഹോൾഡിംഗ് മെഡിക്കൽ ബ്രീഫിംഗ്സ് അതായത് ബ്രീഫിംഗ്സ് എന്ന് വെച്ചാൽ മീഡിയ ബ്രീഫിംഗ്സ് ചിലപ്പോൾ ദുരന്തങ്ങളൊക്കെ ആവുമ്പോൾ മെഡിക്കൽ അല്ല മീഡിയ ബ്രീഫിംഗ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അല്ലെ മീഡിയേറ്റേഴ്സ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവർക്കും ന്യൂസ് ഒക്കെ എന്തായാലും കൊടുക്കേണ്ടതൊക്കെ പബ്ലിസിറ്റിക്ക് വേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പൊ അവർക്കും ആവശ്യമായിട്ടുള്ള ഏരിയകൾ കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത് നമുക്കറിയാം ചിലപ്പോ ഒക്കെ ന്യൂസിലൂടെ തന്നെയായിരിക്കും മറ്റുള്ളവരൊക്കെ മറ്റു കാര്യങ്ങൾക്കൊക്കെ റെഡി ആവുന്നത്. ചിലപ്പോൾ അതിന് സന്നദ്ധരായിട്ടൊക്കെ പെട്ടെന്ന് തന്നെ ആംബുലൻസ് സർവീസുകളോ മറ്റേതെങ്കിലും സേവനങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് പ്രൊവൈഡ് ചെയ്യാനൊക്കെ സാധ്യതയില്ല. അപ്പൊ എല്ലാം നല്ലതിന് തന്നെയായിരിക്കും. പക്ഷെ അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ അനുകൂലമായ സാഹചര്യങ്ങൾ ഹോസ്പിറ്റലിൽ ഒരുക്കേണ്ടതുണ്ട്. ഏരിയ ഫോർ കീപ്പിംഗ് പേഷ്യൻസ് ഇൻ കേസ് ഓഫ് പാർട്ട് ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് എവാക്യുവേറ്റഡ് എന്ന് വെച്ചാൽ ആശുപത്രിയിലെ അല്ലെ രോഗികളെ ഒഴിവാക്കാനായിട്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പാർപ്പിക്കാനായിട്ടുള്ള ഒരു പ്ലേസ് നമുക്കറിയാം. പെട്ടെന്ന് ഒരു ചെറിയ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് പറഞ്ഞു വിടും അല്ലെ. അപ്പൊ അങ്ങനെ പറഞ്ഞു വിട്ടാലും ചിലപ്പോൾ ഒരുപക്ഷെ തിരിച്ചു പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാവണമെന്നില്ല. നമ്മളിപ്പോ ഫ്ലഡ് ഒക്കെ വന്നപ്പോൾ ഒരുപക്ഷെ ട്രീറ്റ്മെന്റിനേക്കാൾ ആവശ്യം നമുക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അവരെയും പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയും കൂടി എന്താണ് ഹോസ്പിറ്റലിൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഉണ്ടാവില്ലേ? ഫ്ലഡൊക്കെ അഭിമുഖീകരിച്ചതൊക്കെ അറിയാൻ പറ്റുമായിരിക്കും. ഉണ്ടായിരുന്നില്ലേ അങ്ങനെ ഒരു സാഹചര്യം? ഞങ്ങൾക്കൊക്കെ ഇവിടെ അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു റെസ്ക്യൂ അല്ലെ നമ്മുടെ ഷെൽട്ടറൊക്കെ ആവശ്യമായിട്ട് വരുമ്പോ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ നോക്കുക. ഹോസ്പിറ്റലിനെ ആ വിങ്ങിനുള്ളിൽ അല്ലെ ആ ഒരു മതിൽക്കെട്ടിന് ഉള്ളിൽ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതാണ് അവര് ആ ഉള്ള സ്പേസിനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കി തിരിച്ച് വെക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ നല്ലൊരു പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിന്റെ ഒരു മീറ്റിംഗ് നേരത്തെ കൂട്ടിയുള്ള ഒരു സജ്ജീകരണമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനൊരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് ആക്റ്റീവ് ആവും അല്ലെ. അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പെട്ടെന്ന് തന്നെ ആക്റ്റീവായിട്ട് തന്നെ ഓരോ ഏരിയകളൊക്കെ തിരിച്ച് അപ്പൊ അവിടെ വലിയ പ്രശ്നമില്ലാതെ എല്ലാവർക്കും തന്നെ എന്തെങ്കിലുമൊക്കെ സേവനങ്ങളൊക്കെ നേടിയെടുക്കാനും വലിയ ദുരന്തങ്ങൾ അല്ലെ ഹോസ്പിറ്റലിൽ എത്തിച്ചവർക്ക് പോലും രക്ഷ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ല. അവർക്കെങ്കിലും അല്ലെ സുരക്ഷിതമായിട്ട് അവരുടെ ജീവൻ രക്ഷിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സജ്ജീകരണം ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇവിടെ വരെ ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകള് പോയിന്റ് എന്തായെന്ന് തോന്നുന്നു? ഒന്നുകൂടി പറയേണ്ടതുണ്ടോ ഏതെങ്കിലും പോയിന്റുകൾ? ഓക്കെ,
ഓക്കെ, 8th പോയിന്റ് അല്ലേ, ഡെഫിനറ്റ് കെയർ ഏരിയ. അതായത് നിർണായക എന്തെങ്കിലും പരിചരണം വേണമെന്ന് അല്ലെ, നിർണായകമായിട്ടുള്ള പരിചരണം വേണമെന്ന്. അപ്പൊ ഇന്ന വാർഡില് നമ്മളിപ്പോ എന്തെങ്കിലും ഒടിവ് ചതവ് അല്ലെ എന്തെങ്കിലുമൊക്കെ വന്നു എന്ന് മനസ്സിലാകുമ്പോൾ നമുക്കറിയാം സെപ്പറേറ്റ് അല്ലെ ആ ഒരു വിഭാഗത്തിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ നിർണായകമായിട്ടുള്ള ആ ഏരിയയിൽ തന്നെ പോയി ശുശ്രൂഷ നടത്തേണ്ടതായിട്ട് വരും അല്ലെ. നമ്മൾ എല്ലിന്റെ സെക്ഷനിലേക്കൊക്കെ പോകേണ്ടത് വരും. അത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ICU അല്ലെ നമുക്കറിയാം അങ്ങനെ തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് പോകുന്നതിനേക്കാളും ഉപരി എന്താണ് എല്ലിന്റെ ഒരു ഫ്രാക്ചർ ആണ് സംഭവിച്ചതെന്ന് അറിയാമെങ്കിൽ ആ ഒരു വിഭാഗത്തിലേക്ക് തന്നെ അല്ലെ. അപ്പൊ നിർണായകമായിട്ടുള്ള ഏരിയയിലേക്കുള്ള പരിചരണ വിഭാഗത്തിലേക്ക് പോകുക. അപ്പൊ അത് നമുക്കറിയാം സെക്ഷൻ ആയിട്ട് തിരിച്ചിരിക്കുകയാണെങ്കിലാണ് നമുക്ക് ആ വിഭാഗത്തിൽ പോയി പരിചരണം നേടിയെടുക്കാനായിട്ട് സാധിക്കുമോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ, നമ്മള് കുറച്ച് അബ്രിവേഷൻസ് നോക്കിയേക്കാം. പിന്നെ ഈ പോയിന്റ്സുകളെല്ലാം തന്നെ നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക. ഏതെങ്കിലും പോയിന്റുകൾ വരാൻ സാധ്യതകളുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ അധികം കാണാറില്ല, പക്ഷെ ഇൻ കേസ് അല്ലെ എന്തെങ്കിലും റീആക്ടിവേഷൻ ഡിഫറെന്റ് ഏരിയാസ് അല്ലെ റീആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കാനല്ലേ മിക്കപ്പോഴും എന്താണ് കുറച്ച് പോയിന്റ്സുകളൊക്കെ തന്നിട്ട് എന്താണ് ഓൾ വൺ ഔട്ട് അല്ലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതാണ് നമുക്കറിയാം പ്രിക്കോഷൻസ് ഒക്കെ എന്തൊക്കെയാണോ ഹോസ്പിറ്റലുകൾ എടുക്കുന്നതെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ അല്ലെ. ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരാൻ സാധ്യത ഉണ്ട് എന്ന് കാണുമ്പോൾ തന്നെ എന്തായാലും സെപ്പറേറ്റ് ആയിട്ടൊക്കെ തിരിച്ചിടാനായിട്ട് അവരെ ശ്രദ്ധിക്കും. അപ്പൊ അതേമാതിരി തന്നെ കളർ കോഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അതേമാതിരി തന്നെ അല്ലെ ഡയറക്ഷൻ അല്ലെ ഏതെങ്കിലുമൊക്കെ ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കും. അപ്പൊ അത് പോയിന്റ്സ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതിയാവും, മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും വേറെ ഡൗട്ടുകള്? ഓക്കെ, നമുക്കപ്പോ അടുത്തൊരു കൂടി എടുക്കാൻ സമയം ഈ ഒരു ഭാഗം എടുത്ത് തീർത്തിക്കാം. ഓക്കെ, ഇൻക്രീസ്ഡ് ബെഡ് കപ്പാസിറ്റി ഇൻ ടൈംസ് ഓഫ് എമർജൻസീസ്. ഇൻ കേസ് നമുക്ക് എമർജൻസി കൂടുതൽ കേസുകൾ വരികയാണെങ്കിൽ നമുക്കറിയാം എത്രയും നല്ല കിടന്ന രോഗികളെ ആവശ്യമുണ്ടായത് അതിന്റെ കപ്പാസിറ്റി ഒന്ന് ഇൻക്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കും. നമുക്കറിയാം മാക്സിമം പറ്റുന്നവരെ ശുശ്രൂഷിക്കാനായിട്ട് ഹോസ്പിറ്റലുകാർ തയ്യാറാവും അല്ലെ. ഡിസ്ചാർജ് ഇലക്ട്രിക് കേസ് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത കേസുകളൊക്കെ ആണെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പറഞ്ഞേക്കും. പോകാനായിട്ട് അവസരമുള്ളവർക്ക് തീർച്ചയായിട്ടും പോകാനായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കും അല്ലെ. കാരണം അത് പുതിയ പേഷ്യൻസ് വരുന്നത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്തവരൊക്കെ അവര് കേസുകളൊക്കെ ഡിസ്ചാർജ് ചെയ്യും. ഡിസ്ചാർജ് സ്റ്റേബിൾ റിക്കവറിങ് പേഷ്യൻസ് അതേമാതിരി തന്നെ അല്ലെ നമുക്കറിയാം കൂടുതൽ എന്തെങ്കിലും പ്രോബ്ലം നമുക്ക് പറ്റാത്തവരെയാണെങ്കിൽ അവര് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്യും. അതേമാതിരി തന്നെ റിക്കവറി ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ നമ്മൾ വേണ്ടാന്ന് വെക്കും. ഓക്കെ, സ്റ്റോപ്പ് അഡ്മിറ്റിംഗ് നോൺ എമർജൻസി പേഷ്യൻസ് അല്ലെ. ഇനി ചിലപ്പോ ഒക്കെ ബെഡ് കപ്പാസിറ്റി ഒക്കെ കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ അല്ലെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത് നമ്മൾ നിർത്തലാക്കും. ദെൻ ചേഞ്ച് വെയിറ്റിംഗ് നോൺ പേഷ്യന്റ് കെയർ ഏരിയ ഇൻ ടു മേക്ക് ഷിഫ്റ്റ് വാർഡ്സ് അല്ലെ. ചിലപ്പോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും വലിയ കുഴപ്പമില്ലാത്തവരൊക്കെ ഞങ്ങളുടെ വാർഡിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും. പ്ലാനിങ് ഓഫ് പബ്ലിക് ഇൻഫർമേഷൻ ആൻഡ് ലേസൺ നമുക്ക് അല്ലെ പബ്ലിക് ഇൻഫർമേഷൻസ് ഓരോരുത്തർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ലേസന്റെ ഒക്കെ ഡ്യൂട്ടി എന്താണ് പബ്ലിക്കിന്റെ ഇടയിലേക്ക് അല്ലെ ജനങ്ങൾക്കൊക്കെ ഹോസ്പിറ്റലിൻ്റെതായ രീതിയിലുള്ള സേവനങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ഇടയ്ക്കൊക്കെ അനൗൺസ് ചെയ്ത് കൊടുക്കുക അല്ലെ. നമ്മുടെ ബെഡിങ് കപ്പാസിറ്റി കഴിഞ്ഞു, അപ്പോ ഇനി അങ്ങനെയുള്ള പേഷ്യൻസിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോവുക, നമ്മള് വലിയ കുഴപ്പമില്ലാത്ത പേഷ്യൻസിനെയൊക്കെ വാർഡിലേക്ക് മാറ്റുകയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു അനൗൺസ്മെന്റ് അല്ലെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ ആസൂത്രണം ചെയ്യുക. പ്ലാനിങ് ഫോർ സെക്യൂരിറ്റി ഓഫ് ഹോസ്പിറ്റൽ ഇൻ എമർജൻസി സിറ്റുവേഷൻസ്. ഇൻ കേസ് നമുക്കറിയാം കൂടുതൽ അല്ലെ കുറെ പേഷ്യൻസും കുറെ ഇതുകൾ വന്നു കഴിയുമ്പോൾ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഒക്കെ വരും അല്ലെ. അപ്പൊ അതിന്റെ സുരക്ഷിതവുമായി ബന്ധപ്പെട്ട പ്ലാനിങ്ങുകൾ കൂടി ഇതിനോടൊപ്പം നടപ്പാക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മള് കണ്ടു അല്ലെ നമ്മളെ കൊണ്ട് ഹോസ്പിറ്റലിന് പറ്റാവുന്നത്രയും അവര് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ സജ്ജീകരണ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു.
ദെൻ അതനുസരിച്ചിട്ടുള്ള അതനുസരിച്ചിട്ടുള്ള കുറെ പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവരുടെ ബെഡിങ് കപ്പാസിറ്റിയിൽ കൂട്ടാനായിട്ട് ശ്രമിക്കും. ദെൻ വലിയ കുഴപ്പമില്ലാത്തവരൊക്കെ അവര് ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കും. ദെൻ കുറച്ചുപേരൊക്കെ വാർഡിലേക്ക് മാറ്റാനായിട്ട് ശ്രമിക്കും. ദെൻ എന്താണ് പറ്റാത്തവരെയാണ് തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്തവരെയാണെങ്കിൽ നമ്മൾ അഡ്മിഷൻ ചെയ്യാനായിട്ട് അതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. ദെൻ പബ്ലിക്കിന് അതിൻ്റെതായിട്ടുള്ള അവയർനെസ് കൊടുക്കും. ഹോസ്പിറ്റലിന്റെ എന്തൊക്കെ മെഡിക്കൽ സേവനങ്ങളാണ് ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അതൊക്കെ കൃത്യമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യും. ദെൻ അതേമാതിരി തന്നെ സെക്യൂരിറ്റി അല്ലെ അവരുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അവിടെ പ്ലാൻ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാം വൺ ബൈ ആയിട്ടുള്ള പോയിന്റ്സുകളൊക്കെയാണ്. അതായത് നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള സെലക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തെരഞ്ഞെടുക്കുക അല്ലെ, നമ്മള് സെലക്ട് ചെയ്ത് എടുക്കുക എന്ന് പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് ചെയ്ത്. വേറെ എന്തെങ്കിലും? ഓക്കെ, വേറെ എന്തെങ്കിലും വായിച്ചു നോക്കാം. നമുക്ക് പറ്റാവുന്നത്തെ കാര്യങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നിർവഹിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതില് പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.